മിനി സ്ക്രീനിൽ നിന്നും സിനിമയിലെത്തി താരങ്ങളായി മാറിയ ഒരുപാട് പേരുണ്ട്. ചിലവർക്കൊന്നും അങ്ങനെ ഒരു താരമാവാൻ സാധിച്ചിട്ടുമില്ല. പക്ഷെ അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ബിജു മേനോൻ. ബിജു മേനോന്റെ മിനി സ്ക്രീനിലൂടെയാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സിനിമയിലോട്ട് ആ മിനി സ്ക്രീനിൽ അദ്ദേഹം അഭിനയിച്ച ഒരു സീരിയൽ സിനിമയായപ്പോൾ അതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് സിനിമകളിലൂടെ അദ്ദേഹം അറിയപ്പെടുന്ന താരമായി മാറി. അപ്പൊ അതിൽ ബിജു മേനോന്റെ സിനിമകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബിജുവിന്റെ തുടക്കകാലത്തെ ആ ഒരു വർഷം 1995 എന്നൊരു വർഷം, ബിജു മേനോൻ എന്ന നടനെ പ്രേക്ഷകർ കണ്ടു തുടങ്ങിയ ആ ഒരു വർഷം, ആ ഒരു വർഷത്തെ ബിജു മേനോന്റെ തുടക്കകാലത്തെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബിജു മേനോൻ ശരിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 20 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അദ്ദേഹം അഭിനയത്തിലോട്ട് വന്നു. ശരിക്കും ബിജു മേനോൻ അങ്ങനെ അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ ബിജുവിന്റെ അച്ഛൻ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു, അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ബിജുവിന്റെ ചേട്ടനും അഭിനയിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിലെ ഏതോ ഒരു സീരിയൽ തുടക്കത്തെ ചേട്ടനെ ലൊക്കേഷനിൽ കൊണ്ടുവിടാൻ, ഏതൊരു സീരിയൽ ലൊക്കേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി ബിജുവിനു വരണതും പിന്നീട് ബിജുവിൻ സീരിയൽ അഭിനയിച്ച് തുടങ്ങിയിരിക്കണം. അങ്ങനെ കുറെ സീരിയൽസ് തുടക്കാലത്ത് അഭിനയിച്ചു. അതിൽ മികായലിന്റെ സന്തതികൾ എന്ന ഒരു സീരിയൽ, അതൊരു അന്നത്തെ ഒരു ഹിറ്റ് സീരിയൽ തന്നെയായിരുന്നു. ആ ഒരു സീരിയലിൽ അഭിനയിച്ച ശേഷം അത് സിനിമയാക്കിയപ്പോൾ ബിജുമേനോൻ അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു. പക്ഷെ ആ സിനിമ പുത്രൻ, ആ ഒരു സിനിമ അന്ന് സിനിമയായപ്പോൾ തിയേറ്ററിൽ വിജയിച്ചില്ല എന്നുള്ളതാണ്. വിചാരിച്ച പോലെ ഏറ്റില്ല. പ്രേംപ്രകാശ് ആയിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ബിജുമേനോൻ എന്ന നടനെ അന്ന് സിനിമാ ലോകം ശ്രദ്ധിച്ചു. ബിജുമേനോനെ നമുക്കറിയാം, അന്ന് ആ ഒരു താടിയൊക്കെ വെച്ചിട്ടാണ് പുത്രനിലൊക്കെ അഭിനയിക്കുന്നത്. പക്ഷെ നല്ലൊരു ബിജുമേനോന്റെ സൗണ്ടും എനിക്കിവിടെ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം വലിയൊരു കാരണമായിട്ടുണ്ട്. അദ്ദേഹം ഒരു നടനെ വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാനൊക്കെ കാരണമായിട്ടുണ്ട്. പുത്രൻ കഴിഞ്ഞിട്ട് പിന്നെ സമുദായം എന്നൊരു സിനിമ, ആ ഒരു സിനിമയിലും ചെറിയൊരു വേഷമാണ് ബിജുമേനോൻ ആ സിനിമയിൽ ചെയ്തത്. സമുദായം ശരിക്കും അമ്പിളി എന്ന ഡയറക്ടറാണ് ആ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മധു, KP ലളിത, അശോകൻ, ബൈജു, ഇടവേള ബാബു, മാധു, NF വർഗീസൻ, വലിയ സ്റ്റാർ കാസ്റ്റ്, ബിന്ദുജ മേനോൻ, മാമുക്കോയ, കലാഭവൻ അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് സമുദായം, അക്ഷരം ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടാണ് സല്ലാപത്തിലേക്ക് കലാഭവൻ എത്തുന്നത്. അപ്പൊ ഈ അമ്പിളി എന്ന സംവിധായകൻ ഈ ഒരു സിനിമയിൽ ബിജുമേനെ അഭിനയിപ്പിച്ചതിന്റെ മറ്റൊരു കാരണമുണ്ട്. 91 ഇറങ്ങിയ ഈഗിൾ എന്നൊരു സിനിമയുണ്ട്. ആ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം, ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുണ്ട് ഒരു ചെറിയൊരു വേഷം ബിജുമേനോൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഡയറക്ട് ചെയ്തത് അമ്പിളിയാണ്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനും ഈ അടുത്താണ് അറിയണത് ആ ഒരു സിനിമയിൽ അന്ന് ബിജുമേനോൻ അഭിനയിച്ചിട്ടുള്ളത്. അത് ഞാൻ അതിനെ കുറിച്ച് എവിടെയും വായിച്ചിട്ടില്ല. അന്ന് ആ ഒരു വേഷം ചെയ്യാൻ മറ്റേതൊരു നടൻ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ആ നടന് പകരം പിന്നീട് ബിജുമേനോൻ അഭിനയിക്കുകയോ അങ്ങനെ എന്തോ കുറെ മുമ്പ് ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്ത ആരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ എവിടെയും കണ്ടിട്ടുണ്ട്. എന്തായാലും സമുദായവും പുത്രനും ഇത് കഴിഞ്ഞിട്ട്, പക്ഷെ ഈ 2 സിനിമകൾ കൊണ്ട് ബിജുമേനോൻ എന്ന നടന് വലിയൊരു ഗുണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് ബിജുമേനോൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് മാനാർമത്തായി സ്പീക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നു മാനാർമത്തായി ആണോ അതോ അതിനുശേഷം ഇറങ്ങിയ ഹൈവേ ആണോ, എനിക്ക് തോന്നുന്നു മാനാർമത്തായി തന്നെയായിരിക്കും അന്ന് ബിജുമേനോൻ കമ്മിറ്റ് ചെയ്തത്. അപ്പൊ മാനാർമത്തായിയുടെ ഒരു പോസ്റ്റർ ഈ അടുത്ത് പഴയ ഒരു അതിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അത് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ മാനാർമത്തായിലെ കുറെ സ്റ്റാർസിന്റെ അതിൽ കുറച്ച് അഭിനയിക്കുന്ന കുറച്ച് ആളുകളുടെ പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് നെടുമുടി വേണു, രഘുവരൻ, ശോഭന, ഇങ്ങനെ കുറെ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പല കൽപ്പന, ഇവരുടെ ഒക്കെ പേരുണ്ടായിരുന്നു. പക്ഷെ ഇവരെ ആരും സിനിമയുടെ ഭാഗമായില്ല. ശോഭനയ്ക്ക് പകരമായിരിക്കാം വരുന്നത് ഭാനുകൃഷ്ണനാഥ് തോന്നുന്നു, നെടുമുടിക്ക് പകരമായിരിക്കാം ജനാർദ്ദൻ അഭിനയിച്ചത്. പക്ഷെ രഘുവരൻ എനിക്ക് തോന്നുന്നു അതിൽ ആ ഒരു വില്ലൻ ക്യാരക്ടറാണ്. നമുക്കറിയാം, ഒരു കോട്ടൊക്കെ ഇട്ട് വരുന്ന ഒരു ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റോള്, അത് രഘുവരൻ ആയിരുന്നു അന്ന് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ രഘുവരന്റെ പകരം ആ റോള് ചെയ്തത് ബിജുമേനാണ്. ഇന്ന് നോക്കുമ്പോൾ ബിജുമേൻ അതൊരു വലിയൊരു ഹെവി റോളാണ്. വലിയൊരു ഭാഗ്യമാണ് ആ ഒരു സിനിമയിൽ ആ ഒരു വില്ലൻ വേഷം കിട്ടിയത്. ബിജുമേൻ അത് ഗംഭീരമായിട്ട് ചെയ്തു. ആ സിനിമ ഭയങ്കര ഹിറ്റായി. ആ 95 വിഷു സീസണാണ് ആദ്യത്തെ മാനാർമത്തായി ഇറങ്ങുന്നത്. ബിജുമേന് ഭയങ്കരമായിട്ട് ഒരു ഗുണം ചെയ്തിട്ടുണ്ട് ആ സിനിമ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ 95 മെയ്യിലാണ് ഇറങ്ങിയ സിനിമയാണ് ഹൈവേയിൽ ജയരാജ് എന്ന ഡയറക്ടർ സുരേഷ് ഗോപി വെച്ച് ചെയ്യുന്ന വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഭാനുപ്രിയ നായിക. നമുക്കറിയാം, ഹൈവേ ഒരു ഗംഭീര സിനിമയാണത്. ഹൈവേയിൽ ബിജുമേനോൻ നല്ലൊരു ക്യാരക്ടറാണ്. അത് സുരേഷ് ഗോപിയുടെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബിജുമേന്റെ ഈ പറഞ്ഞ നാലാമത്തെ സിനിമയാണത് ശരിക്ക്. പക്ഷെ ആ സിനിമയിൽ ബിജുമേനെ ഭയങ്കര ഏറ്റവും ജൂനിയർ ആണ് ആ ഒരു സിനിമയിൽ. ബിജുമേനെ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെ പരിചയപ്പെടാനോ അടുത്ത് പോയി ഇരിക്കാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ സുരേഷ് ഗോപി വളരെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. പിന്നീട് നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ FIR പോലത്തെ സിനിമയിലൊക്കെ ഗംഭീരമായിട്ടുള്ള പത്രം പോലത്തെ സിനിമകളൊക്കെ സുരേഷ് ഗോപി ബിജുമേൻ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് പത്രവും അതുപോലെ തന്നെ രണ്ടാം ഭാവമാണ്. രണ്ടാം ഭാവം ഗംഭീരമായിട്ടാണ് ബിജുമേനോൻ ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ കൂടെയുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപി കോംബോ, ബിജുമേനോൻ കോംബോയിൽ എന്റെ ഫേവറേറ്റ് സിനിമയാണ്.
അങ്ങനെ ഹൈവേയും സുരേഷ് ഗോപിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു, അല്ല ബിജു മേനോന് ഗുണം ചെയ്തു. ഹൈവേ അന്ന് തെലുങ്കിൽ ഡബ് ചെയ്തിറങ്ങി, തെലുങ്കിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈവേ ആണ് ആദ്യമായിട്ട് അവിടെ സുരേഷ് ഗോപി തെലുങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആയത്. അത് കഴിഞ്ഞിട്ടാണ് പഴയ ഏകലവ്യനും കമ്മീഷണറൊക്കെ വീണ്ടും അവിടെ ഡബ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഹൈവേയുടെ ഡബ് വേർഷൻ അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. അത് ബിജു മേനോനും ഗുണം ചെയ്തിട്ടുണ്ട്. ബിജു മേനോനെ ആളുകൾ കണ്ടു, തെലുങ്ക് ഓഡിയൻസ് കണ്ടു. പിന്നെ ബിജു മേനോൻ ചെയ്ത സിനിമ ആദിത്യ കൺമണിയും കർമ്മ, ഈ രണ്ട് സിനിമകളാണ് ആ വർഷം ബിജു മേനോൻ റിലീസ് ആയത്. ഇതിൽ ആദിത്യ കൺമണി രാജസേനൻ ജയറാം ഹിറ്റ് കോംബോ. അതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഹീറോസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബിജു മേനോന്റെ ക്യാരക്ടർ ഇല്ലാതെ ആ സിനിമയില്ല. ജയറാമാണ് നായകനെങ്കിലും ആ ഒരു കുട്ടി, ജയറാമിന്റെ കുട്ടി എന്ന് പറയുന്നത് ബിജു മേനോന്റെ, നമുക്കറിയാം കുട്ടിയെ മാറ്റുന്നതാണ്. പക്ഷെ ഈക്വൽ ഇമ്പോർട്ടൻസ് ത്രൂ നമുക്കൊരു സൈഡ് റോൾ എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റോളാണ് ബിജു മേനോന് കിട്ടിയത്. അത് ബിജു മേനോന് വലിയൊരു ഭാഗ്യമാണ്. രാജസ്ഥാൻ ബിജു മേനോനെ കൊണ്ടുവന്ന് ഹ്യൂമർ ചെയ്യിപ്പിച്ചു. രാജസ്ഥാൻ ബിജു മേനോൻ കോൺഫിഡൻസ് ഇല്ലായിരുന്നു, പക്ഷെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് രാജസ്ഥാന്റെ സത്യഭാമിക്കൊരു പ്രേമലേഖൻ, ആ ഒരു സിനിമയും ബിജു മേനോൻ നായകനാക്കി. അത് വിജയിച്ചില്ല. പക്ഷെ പിന്നെ നമുക്കറിയാം ബിജു മേനോൻ എവിടെയും എത്തി. പിന്നീട് ഓർഡിനറി പോലത്തെ സിനിമകളിലൂടെയൊക്കെ ഹ്യൂമർ കുറെ കാലം കഴിഞ്ഞ് അതിഗംഭീരമായിട്ട് ഹ്യൂമർ ചെയ്യുന്ന ഒരു നടനായിട്ട് മാറി. എന്തായാലും ആദിത്യ കൺമണിയും അന്ന് ബിജു മേനോന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത ഒരു രാജസേനൻ ജയറാം സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അന്ന് പലവരുടെ ഭാഗ്യമാണ്. അന്ന് ഇത് കഴിഞ്ഞിട്ടാണ് ദിലീപ്, സ്വപ്നലത, ബാലഭാസ്കരനൊക്കെ ചെറിയൊരു ആ ഒരു വേഷമാണെങ്കിൽ പോലും ഓടിച്ചെന്ന് ദിലീപ് ചെയ്തു എന്ന് ദിലീപ് തന്നെ പറയാറുണ്ട്. എന്തായാലും ആദിത്യ കൺമണി അന്ന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ മറ്റൊരു സിനിമ കർമ്മ എന്നൊരു സിനിമ, അത് ജോമോൻ ഡയറക്ട് ചെയ്തിട്ട സിനിമയാണ്, സുരേഷ് ഗോപി. കർമ്മ അന്ന് വിജയിച്ച ഒരു സിനിമയല്ല കർമ്മ, പക്ഷെ അത് ഒരു രസമുള്ള ഒരു സിനിമയാണ്. അതിൽ ബിജുമന്റെ അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ പുത്രനോ സമുദായവും കണ്ടിട്ടില്ല. മാനാമത്തായി തൃശ്ശൂർ ജോസ് തിയേറ്റർ കണ്ടിട്ടുണ്ട്. ഇതിൽ ആദിത്യ കൺമണി ജോസ് തിയേറ്റർ കണ്ടിട്ടുണ്ട്. കർമ്മ ഫസ്റ്റ് ഡേ ആണ് പോണത്. അന്ന് മമ്മൂട്ടിയുടെ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങി. ആ സിനിമ ഇറങ്ങി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സിനിമ മാറി, പകരം അന്ന് പുതിയ സിനിമ ഇറങ്ങി, അതാണ് കർമ്മ. അങ്ങനെയാണ് കർമ്മ അന്ന് തിയേറ്ററിൽ പോയി. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ബുക്ക് മൈ ഷോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പേപ്പറിൽ കാണും, പോവും. പക്ഷെ അവിടെ എത്തുമ്പോഴായിരിക്കും പല സിനിമയും മാറി എന്ന് പറയുന്നത്. പേപ്പറിൽ ചിലപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അന്ന് ഈ ആദ്യത്തെ കൺമണിയും കർമ്മയൊക്കെ കാണുമ്പോൾ ബിജു മേനോനെ അന്ന് അറിയില്ല. അന്ന് ടി വിയിൽ സീരിയലിൽ കണ്ടിട്ടുണ്ട്, എവിടെ ഓർമ്മയുണ്ട്. എനിക്ക് ആ നടന്റെ പേര് അറിയില്ല, ഏതാണ് ആ നടന്നു പോലും അറിയില്ല. അപ്പൊ അന്നൊരു പുതിയൊരു നടനെ കാണുന്ന പോലെയാണ് ഞാൻ അന്ന് തിയേറ്ററിൽ ഇരുന്നൊക്കെ അന്ന് കാണുന്നത്. അന്നൊരു 5ലോ 6ലോ പഠിക്കുന്ന ഒരു പ്രായമാണ്. എന്തായാലും ബിജു മേനോന് ഈ സിനിമകളെല്ലാം ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ ബിജു മേനോന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു സിനിമകൾ, ഇതിൽ മാനാമത്തായി, ആദിത്യ കൺമണി, ഇതിന്റെ ഒരു വിജയം പിന്നീട് അങ്ങോട്ട് ബിജു മേനോന്റെ എനിക്ക് ഒരിക്കലും ബിജു മേനോന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബിജു മേനോന് ഒരു ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ, പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ സിനിമ ഇല്ലാത്തൊരു അവസരങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ ശരിക്ക് എനിക്കൊന്ന് ദിലീപിനെക്കാട്ടും ഒരു പൊടിക്ക് മുകളിലായിരുന്നു അന്ന് ബിജു മേനോന്റെ സ്ഥാനം ആ ഒരു സമയത്ത്. പിന്നീട് ദിലീപ് 96 എത്തിക്കഴിയുമ്പോൾ ദിലീപും കയറി വന്നു. പക്ഷെ 95 എന്നൊരു വർഷം ഒരു ഹീറോ വളർന്നു വരുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് മാഗസീൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഹീറോ ആയിട്ട് അന്ന് ബിജുമേനോന് വളരാൻ പറ്റിയില്ല. കൂടുതലും സപ്പോർട്ടിംഗ് റോളുകളും സൈഡ് റോളുകളായിരുന്നു. ഹീറോ ആയിട്ട് അഭിനയിച്ച സിനിമകളൊന്നും വിചാരിച്ച പോലെ ഏക്കാത്തതുകൊണ്ടായിരിക്കാം ചില സിനിമകളൊക്കെ പിന്നീട് 96 മാൻ ഓഫ് ദി മാച്ച് പോലത്തെ സിനിമകളൊക്കെ ബിജുമേനോൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഏറ്റില്ല, ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ഇടം നേടിയില്ല. അതായത് 95 വർഷം ബിജു മേനോൻ എന്ന് പറഞ്ഞ ഒരു നടന്റെ ഒരു ഉദയമായിരുന്നു, അല്ലെങ്കിൽ ഒരു താരത്തിന്റെ ഉദയമായിരുന്നു. ഇതിൽ ഞാൻ ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടാവും. അന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇതുപോലെ എനിക്ക് ഒരു ബിജു മേനോൻ ഒരു പുതിയ നായകനെ അല്ലെങ്കിൽ പുതിയൊരു നടനെ സ്ക്രീനിൽ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അത് നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം.